ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. അന്നു രാത്രി എല്ലാവരും ഭരദ്വാജാശ്രമത്തിൽ വിശ്രമിച്ച ശേഷം പിറ്റേ ദിവസം അവർ ചിത്രകൂടാചലത്തിൽ എത്തി. അതിന്റെ പാർശ്വത്തിലായി അഗ്രജന്റെ ആശ്രമം ദൂരെ ഭരതൻ കണ്ടു. ഭരതനും ശത്രുഘ്നനും ഗുഹനും ഒരുമിച്ച് ആശ്രമം ലക്ഷ്യമാക്കി നടന്നു. ആശ്രമമുറ്റത്തെ പൂഴിയിൽ ജ്യേഷ്ഠന്റെ പാദമുദ്രകൾ പതിഞ്ഞു കിടക്കുന്നത് കണ്ടു ഭരതൻ ഭക്തിപൂർവം കമിഴ്ന്നടിച്ച് താഴെ വീണ് ആ പാദഛായകളെ നമസ്കരിച്ച് അതിലെ മണല് തന്റെ മൗലിയിൽ വാരിക്കോരിയിട്ട് പുളകമണിഞ്ഞു. അനന്തരം മന്ദം മന്ദം നടന്ന് അഗ്രജന്റെ പാവനപദ കമലങ്ങളിൽ വെട്ടിയിട്ട മരം പോലെ ചെന്നു വീണു. ശത്രുഘ്നനും ജ്യേഷ്ഠപാദങ്ങളിൽ ഒരു കുട്ടിയെപ്പോലെ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് നമസ്കരിച്ചു. അനുജന്മാരുടെ അപ്രതീക്ഷിതമായ ആഗമനം രഘുവരനിൽ അത്ഭുതമുളവാക്കി. അദ്ദേഹം രണ്ടുപേരെയും പിടിച്ചെഴുന്നേൽപ്പിച്ച് ഗാഢാശ്ലേഷം ചെയ്തു. അപ്പോഴത്തേക്ക് കൗസല്യയും സുമിത്രയും അവിടെ ആഗതരായി. വേർപെട്ട കുട്ടിയെ കണ്ട പശുവിനെ പോലെ കൗസല്യയും സുമിത്രയും തങ്ങളുടെ പുത്രന്മാരെ വാത്സല്യപൂർവ്വം ആശ്ലേഷിച്ച് ചുംബിച്ചു. ആ സമയം കുലഗുരുവും പത്നിയും കൂടി അവിടെ സന്നിഹിതരായി. അവരെ വന്ദിച്ച് സ്വീകരിച്ച ശേഷം രാമൻ അച്ഛൻ എവിടെയെന്ന് അന്വേഷിച്ചു. അച്ഛന് സുഖമാണോ? അച്ഛൻ എന്നെക്കുറിച്ച് അന്വേഷിച്ചോ? നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് പോകുന്നത് എന്താണ്? അച്ഛനെ തനിച്ചാക്കി എന്നിങ്ങനെയുള്ള രാമന്റെ ചോദ്യങ്ങൾ കേട്ട് സർവ്വ ആളുകളുടെ കണ്ണുകളിൽ നിന്നും അശ്രുകണങ്ങൾ അടർന്നു വീണു. കൗസല്യയും സുമിത്രയും ഏങ്ങലടിച്ചു കരഞ്ഞു. വസിഷ്ഠൻ ശാന്തസ്വരത്തിൽ പറഞ്ഞു, മനസാന്നിധ്യം കൈവെടിയരുത്. രഘുവംശ വിഹായസിലെ ഉജ്ജ്വല ജ്യോതിസായിരുന്ന ദശരഥ മഹീപതി അങ്ങയുടെ വേർപാടിന് ശേഷം ഇഹലോകവാസം വെടിഞ്ഞ് സ്വർഗലോകം പോകി. ഉടൻ തന്നെ വിവരം കേകയത്തിൽ അറിയിച്ച് ഭരത ശത്രുഘ്നന്മാരെ വരുത്തി സംസ്കാരാദി ചരമക്രിയകളും സപിണ്ഡി അടിയന്തിരങ്ങളും വിധിപ്രകാരം നടത്തി. കഠിനമായി വിലപിച്ചുകൊണ്ട് രാമൻ ഒരു പ്രാകൃതനായ മനുഷ്യനെ പോലെ നിലത്തു വീണു. ഭരതനും ലക്ഷ്മണ ശത്രുഘ്നന്മാരും മാതാക്കളും സീതയും എല്ലാം കഥനസാഗരത്തിൽ മുഴുകി വിലാപം ചെയ്തു. വസിഷ്ഠൻ എല്ലാവരെയും തത്വോപദേശങ്ങൾ നൽകി ഒരുവിധം സാന്ത്വനപ്പെടുത്തി. അനന്തരം വസിഷ്ഠന്റെ പൗരോഹിത്യത്തിൽ പിതാവിന്റെ ആത്മശാന്തിക്ക് വേണ്ടി പുത്രന്മാർ മന്ദാകിനിയിൽ ഇറങ്ങി കുളിച്ച് ബലികർമ്മങ്ങളും തർപ്പണാദി പുണ്യാനുഷ്ഠാനങ്ങളും നടത്തി. അടുത്ത ദിവസം പ്രഭാതത്തിൽ ഭക്തിപൂർവം അഗ്രജന്റെ പൊൽത്താരടികൾ തൊഴുതുകൊണ്ട് ഭരതൻ ഉണർത്തിച്ചു. പ്രിയപ്പെട്ട ജ്യേഷ്ഠ, ഈ അനുജന്റെ വിനീതമായ അഭ്യർത്ഥന ജ്യേഷ്ഠൻ കൈക്കൊള്ളണം. എന്റെ അമ്മയുടെ വാക്കുകൾ ജ്യേഷ്ഠൻ ഒരിക്കലും വകവയ്ക്കരുത്. ആ സ്ത്രീ അബലയും ചപലയുമാണെന്ന് ജ്യേഷ്ഠൻ ധരിക്കണം. ജ്യേഷ്ഠനെ തിരിച്ച് അയോധ്യയിൽ കൊണ്ടുപോയി പട്ടാഭിഷേകം നടത്താനുള്ള സർവ്വസന്നാഹത്തോടും കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ സിംഹാസനത്തിൽ ഇരുന്ന് വാണരുളേണ്ടവൻ ജ്യേഷ്ഠനാണ്, അല്ലാതെ അനർഹനായ ഈ അനുജനല്ല. ഞാൻ ജ്യേഷ്ഠന്റെ കിങ്കരനായ ഒരു ദാസൻ മാത്രമാണ്. അതുകൊണ്ട് ജ്യേഷ്ഠൻ ഈ സന്യാസവേഷം ഉപേക്ഷിച്ച് അയോധ്യയിലേക്ക് തിരിച്ചു വരണം. അവിടുത്തെ പ്രിയപ്പെട്ട അനുജനായ ഭരതനാണ് അപേക്ഷിക്കുന്നത്. രാമൻ എത്ര പറഞ്ഞിട്ടും ഭരതൻ പിന്തിരിയാൻ കൂട്ടാക്കിയില്ല. ഭരതൻ നിർബന്ധമായും രാമനെയും കൊണ്ട് പോവൂ എന്ന മട്ടിൽ ശാഠ്യം പിടിച്ചു നിൽക്കുകയാണ്. അവസാനം രാമൻ പറയുകയാണ്, ഭരത, ശാഠ്യം പിടിക്കരുത്. സത്യലംഘനം മൂലം അച്ഛനെ നരകത്തിലേക്ക് നാം തള്ളി അയക്കരുത്. അപ്പോ ജ്യേഷ്ഠന് പകരം താൻ വനവാസം ചെയ്തുകൊള്ളാം എന്നായി ഭരതൻ. അതിനും സമ്മതിക്കാതെ വന്നപ്പോൾ ജ്യേഷ്ഠനൊപ്പം ലക്ഷ്മണനെ പോലെ താനും ഇവിടെ ജ്യേഷ്ഠനെ പരിചരിച്ചുകൊണ്ട് താമസിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു. അതിനും അദ്ദേഹം സമ്മതിക്കുന്നില്ല. ഭരതന്റെ സുദൃഢമായ നിർബന്ധ ബുദ്ധി കണ്ട് ദാശരഥി നയന സംജ്ഞയാൽ ബ്രഹ്മതനയനെ തന്റെ ഇംഗിതം ധരിപ്പിച്ചു. അദ്ദേഹം ഭരതനെ അല്പം അകലെ വിളിച്ചു നിർത്തി രാമന്റെ വനവാസ രഹസ്യവും പുത്രദുഃഖം അനുഭവിക്കാനിടയായ ദശരഥന്റെ മുനിശാപ വൃത്താന്തവും പറഞ്ഞു ധരിപ്പിച്ചു. മന്ധരയും കൈകേയിയും ദേവകാര്യാർത്ഥം കാരണക്കാരായതാണെന്നുള്ള പരമാർത്ഥവും വസിഷ്ഠൻ പാർത്ഥിവപുത്രനെ ഗ്രഹിപ്പിച്ചു. സത്യാവസ്ഥ ഗ്രഹിച്ച ഭരതൻ ജ്യേഷ്ഠപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ടുണർത്തിച്ചു, ഞാൻ സാകേതപുരിക്ക് തിരിച്ചുപോയിക്കൊള്ളാം. 14 വർഷം തികയുന്ന ആ ദിവസം ജ്യേഷ്ഠൻ അയോധ്യയിൽ വരണം. ഇല്ലെങ്കിൽ അടുത്ത ദിവസം ഈ അനുജൻ അഗ്നിപ്രവേശം ചെയ്ത് ജീവൻ വെടിയും. ഈ രാമപാദങ്ങളാണ് സത്യം. 14 വർഷം തികയുമ്പോൾ താൻ തിരിച്ചു വരാമെന്ന് രാമൻ
ഭരതന് വാക്കുകൊടുത്തു. ഈ താപസവേഷത്തിൽ ജ്യേഷ്ഠന്റെ ഒരു പ്രതിപുരുഷനായിട്ട് മാത്രമേ ഞാൻ അയോധ്യ ഭരിക്കുകയുള്ളൂ. യഥാർത്ഥ രാജാവെന്നും ജ്യേഷ്ഠൻ തന്നെയായിരിക്കും. അതിന്റെ പ്രതീകമായി ജ്യേഷ്ഠന്റെ പാദുകങ്ങൾ രണ്ടും എനിക്ക് തന്നയക്കണം. ആ പാദുകങ്ങളെ നിത്യം പൂജിച്ച് നമസ്കരിച്ച് ജ്യേഷ്ഠനാണെന്ന് സങ്കല്പിച്ച് ഞാൻ രാജ്യം ഭരിക്കും. അങ്ങനെ വാൽമീകി ശിഷ്യന്മാർ രാമന് സംഭാവന ചെയ്ത മെതിയടികൾ ഭരതൻ ഭക്തിപൂർവ്വം എടുത്ത് ചുംബിച്ച് ഉത്കൃഷ്ടമായ ഒരു രാജമകുടം എന്ന പോലെ ശിരസിൽ അർപ്പിച്ചു. അനന്തരം ജ്യേഷ്ഠനെ മൂന്നൊരു പ്രദക്ഷിണം ചെയ്ത് ആ പാദുകങ്ങൾ ശിരസിൽ തന്നെ വെച്ചുകൊണ്ട് ഭരതൻ തൊഴുത് അനുവാദവും വാങ്ങി യാത്രയായി. ശത്രുഘ്നനും രാമലക്ഷ്മണന്മാരെ തൊഴുത് അനുഗ്രഹം വാങ്ങി കണ്ണുനീരോടുകൂടി ഭരതനെ അനുഗമിച്ചു. ഭരതനാവട്ടെ അല്പം നടന്നതിന് ശേഷം പിന്തിരിഞ്ഞു നോക്കി തൊഴുത് വീണ്ടും നടന്നും തൊഴുതും പിന്തിരിഞ്ഞു നോക്കിയും കണ്ണെത്താ ദൂരത്തോളം പിന്തിരിഞ്ഞു നോക്കിയും കണ്ണുനീരൊഴുക്കിയും നടന്നു. അങ്ങനെ അനുജനോടും അമ്മമാരോടും വസിഷ്ഠാദി ഗുരുജനങ്ങളോടും മന്ത്രിമാരോടും ഗുഹനോടും പരിവാരങ്ങളോടും കൂടി ചിത്രകൂടം വെടിഞ്ഞു. ഗുഹൻ ഗംഗ വരെ മാത്രമേ അവരെ അനുഗമിച്ചുള്ളൂ. എല്ലാവരെയും അവൻ നദി കടത്തി വിട്ടതിന് ശേഷം വിനയപുരസരം യാത്ര പറഞ്ഞ് പിരിഞ്ഞു. രാമനില്ലാത്ത അയോധ്യയിൽ താൻ പ്രവേശിക്കുന്നതല്ലെന്നുള്ള ദൃഢനിശ്ചയത്തോടെ ഭരതൻ ശത്രുഘ്നനും ഒരുമിച്ച് രാജകൊട്ടാരത്തിന് പുറത്ത് കോട്ടയ്ക്ക് വെളിയിൽ നന്ദിഗ്രാമം എന്ന സ്ഥലത്ത് താപസവൃത്തി അനുഷ്ഠിച്ച് താമസമുറപ്പിച്ചു. അവിടെ മനോഹരമായൊരു ആശ്രമം ഉണ്ടാക്കി അതിൽ സിംഹാസനം കൊണ്ടുവന്നു വെച്ച് അതിനെ ജ്യേഷ്ഠൻ എന്ന് സങ്കല്പിച്ച് അതിൽ പാദുകങ്ങളും പ്രതിഷ്ഠിച്ച് അലങ്കരിച്ച് നിത്യവും സ്വർണ്ണ ദീപങ്ങളും കൊളുത്തി സുഗന്ധ പുഷ്പങ്ങൾ അർപ്പിച്ച് പൂജിച്ച് മലർമാല അണിയിച്ച് അവർ ആരാധിച്ചു വന്നു. ഈ സമയം മ്ലാനവദനിയായിരിക്കുന്ന സീതയോട് രാമൻ ചോദിച്ചു, എന്താ ജാനകി, നിന്റെ മുഖത്ത് തമസ് ബാധിച്ചിരിക്കുന്നത്? അവിടെ ഉദിച്ചിരുന്ന പൂർണ്ണചന്ദ്രൻ അസ്തമിച്ചിരിക്കുന്നല്ലോ. സീത കൗസല്യയുടെ ദുഃഖത്തെ പറ്റി പറഞ്ഞു. അപ്പോൾ രാമൻ പറയുകയാണ്, ഇതെല്ലാം മായയുടെ വികൃതികളാണെന്ന്. സീത ചോദിച്ചു, അങ്ങേക്ക് മായയില്ലേ? രാമൻ പറയുകയാണ്, ഉണ്ട്, എന്നിലുള്ള മായ നീയാണ്. ഇനിയും ചിത്രകൂടത്തിൽ താമസിച്ചാൽ അയോധ്യയിൽ നിന്നും എല്ലാവരും വന്ന് അസഹ്യപ്പെടുത്തുമെന്നുള്ള ചിന്തയോടെ രഘുരാമൻ വാൽമീകിയോടും മറ്റു മുനിഗണങ്ങളോടും യാത്രാനുവാദവും വാങ്ങി സീതാ സൗമിത്രി സമേതം ദക്ഷിണാഭിമുഖമായി യാത്ര തുടർന്നു. യാത്രാമധ്യേ അത്രിമുനിയുടെ പുണ്യാശ്രമത്തിൽ പ്രവേശിച്ച് മഹർഷി പുങ്കുവനെ വന്ദിച്ച് അദ്ദേഹത്തിന്റെ ആതിഥ്യം സ്വീകരിച്ചു. അത്രി പത്നി അനസൂയ ജനകാത്മജി മാതൃ നിർവിശേഷ വാത്സല്യത്തോടെ ഓമനിച്ച് ഒരു വിശിഷ്ട വസ്ത്രവും അംഗരാഗവും ഒരു കുണ്ഡലവും അവൾക്ക് സമ്മാനിച്ചു. അന്ന് അവിടെ താമസിച്ച ശേഷം പിറ്റേന്ന് വിന്ധ്യാപർവ്വത സാനുപ്രദേശത്തേക്ക് അവർ കടന്ന് ദണ്ഡകാരണ്യത്തിൽ പ്രവേശിച്ചു. ഒരു ഘോര വിപിനമായിരുന്നു അത്. വഴികാട്ടികളായി അത്രി മഹർഷിയുടെ ഏതാനും ശിഷ്യന്മാരും അവരുടെ പിറകെ ഉണ്ടായിരുന്നു. മുനിശിഷ്യന്മാർ അവരെ പുഴ കടത്തി അക്കരെ എത്തിച്ച ശേഷം തൊഴുത് യാത്ര പറഞ്ഞ് തിരിച്ചുപോയി. സൂര്യവംശ സ്ഥാപകനായ ഇക്ഷ്വാകു നൃപന് 100 നന്ദനന്മാർ ജാതരായി. അവരിൽ ഏറ്റവും ഇളയവന്റെ പേര് ദണ്ഡൻ എന്നായിരുന്നു. അവനോട് തോന്നിയ പ്രത്യേക വാത്സല്യത്തിന്റെ ഫലമായി ഇക്ഷ്വാകു വിന്ധ്യസാനു പ്രദേശത്ത് 100 യോജന വിസ്താരത്തിൽ ഒരു പ്രകൃതി സുന്ദരമായ രാജ്യവും അതിന് അനുയോജ്യങ്ങളായ രാജമന്ദിരങ്ങളും കോട്ടകൊത്തളങ്ങളും നിർമ്മിച്ച് ദണ്ഡനെ അവിടുത്തെ രാജാവായി വാഴിച്ചു. ശുക്രമഹർഷിയെ കുലഗുരുവായും നിയോഗിച്ചു. ശുക്രന്റെ ഏക പുത്രിയാണ് ദേവയാനി. അവൾ അന്ന് കേവലം ബാലികയായിരുന്നു. ഒരു ദിവസം ദണ്ഡൻ ശുക്രനെ കാണുവാനായി ആശ്രമത്തിൽ ചെന്നപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. സുന്ദരാംഗിയായ കന്യകാമണി അവിടെ നിൽക്കുന്നത് കണ്ട് കാമാസക്തനായി ദണ്ഡൻ അവളെ കടന്നു പിടിച്ചു ഉപരോധിക്കാൻ ഭാവിച്ചു. അധർമ്മം ചെയ്യരുതെന്ന് അവൾ എത്ര തന്നെ ഉപദേശിച്ചിട്ടും അത് തൃണവൽഗണിച്ചുകൊണ്ട് അവൻ അവളെ ബലമായി കെട്ടിപ്പിടിച്ചു. തന്റെ സതീത്വം മലിനപ്പെടുത്തുന്നതിന് മുമ്പ് അവൾ സാമർഥ്യപൂർവ്വം അവന്റെ ബാഹുവലയത്തിൽ നിന്നും തട്ടിപ്പിടഞ്ഞ് രക്ഷപ്പെട്ട് ഓടിയൊളിച്ചു. പിതാവ് വന്നപ്പോൾ അത്യന്തം മനോവേദനയോടെ ദേവയാനി സർവവൃത്താന്തങ്ങളും അദ്ദേഹത്തെ ധരിപ്പിച്ചു. അത് ശ്രവിച്ച മാത്രയിൽ ആ മുനീന്ദ്രന്റെ കൺമുനകളിൽ നിന്നും അഗ്നി പ്രോജ്വലിച്ചു. ദണ്ഡനും അവന്റെ പടയും ഭണ്ഡാരവും രാജ്യവും സർവവും കത്തിയെരിഞ്ഞ് വെണ്ണീറായി പോകട്ടെ എന്ന് അദ്ദേഹം ഉഗ്രകോപത്തോടെ ശപിച്ചു. ശുക്ര ശാപവൃത്താന്തം കേട്ട് ദ്വിജോത്തമന്മാരും മഹർഷികളും മഹാജനങ്ങളും തൽക്ഷണം തന്നെ ആ രാജ്യം വെടിഞ്ഞ് അയൽ നാടുകളെ ശരണം പ്രാപിച്ചു. ശുക്രൻ മകളോടുകൂടി അസുര രാജേന്ദ്രനായ വൃഷപർവാവിന്റെ കൊട്ടാരത്തിലെത്തി അസുരാചാര്യസ്ഥാനം സ്വീകരിച്ചു. ശാപഫലമായി 7 ദിവസം കൊണ്ട് ദണ്ഡക രാജ്യം മുഴുവനും നശിച്ച് നാമാവശേഷമായി.
കാലാന്തരത്തിൽ അതൊരു ഘോര കാന്താരമായി രൂപം പ്രാപിച്ചു. യാതൊരു മനുഷ്യജീവിയും അവിടെ പ്രവേശിക്കാതെയായി. ഭയാനകമായ ശൂന്യത അവിടെ അന്യത്ര പ്രചരിച്ചു. അന്നു മുതൽ ആ വനത്തിന് ദണ്ഡകാരണ്യം എന്ന പേരും സിദ്ധിച്ചു. അതിനുശേഷം അനേക ശതം വർഷങ്ങൾ കഴിഞ്ഞ ഒരിക്കൽ അഗസ്ത്യ മഹർഷി യാദൃച്ഛികമായ അടവിയിൽ ആഗമിച്ചു. അദ്ദേഹം അവിടെ ഒരു പർണശാല കെട്ടി തപശ്ചര്യ അനുഷ്ഠിക്കാൻ തുടങ്ങി. ഒരു സൂര്യവംശ രാജാവിന് നേരിട്ട മുനിശാപത്തിന്റെ ഫലമായിട്ടുണ്ടായ ആ ഘോര ദണ്ഡകാരണ്യത്തിൽ അദ്ദേഹത്തിന്റെ വംശപരമ്പരയിൽപ്പെട്ട ഒരു രാജകുമാരൻ കഥയറിയാതെ പ്രവേശിച്ചിരിക്കുകയാണ്.